ഇലക്ടറൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതിയിൽ SBIക്ക് കനത്ത തിരിച്ചടി. കടപ്പത്രം വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനകളുടെ മുഴുവൻ വിവരങ്ങളും നാളെ തന്നെ കൈമാറണമെന്നാണ് ഉത്തരവ്. കൂടുതൽ സമയം അനുവദിക്കണമെന്ന SBIയുടെ ആവശ്യം കോടതി തള്ളി. കോടതിക്ക് നൽകിയ വിവരങ്ങൾ ഈ മാസം 15-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യപ്പെടുത്തണം. ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടിയിലേക്ക് കടക്കുമെന്നും ഭരണഘടനാ ബെഞ്ചിന്റെ മുന്നറിയിപ്പുണ്ട്. R രാധാകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ആർക്കെ, ഇത് കേവലം SBIക്ക് തിരിച്ചടി എന്നതിനപ്പുറത്തേക്ക് BJPക്കും കേന്ദ്ര സർക്കാരിനും ഒക്കെയുള്ള തിരിച്ചടിയാണല്ലോ. എന്തുകൊണ്ടാണ് SBI ഈ ഘട്ടത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചത്? ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ് അത് നടപ്പാക്കാൻ കൂടുതൽ സാവകാശം തേടിയത് എന്നത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കോടതി ഉത്തരവ് BJPക്ക് കൂടി നെഞ്ചെടുപ്പേറ്റുന്നതാണ്. എന്തൊക്കെ കോടതി അതിൻ്റെ നിരീക്ഷണങ്ങളിലും ഉത്തരവുകളിലും പറയുന്നുണ്ട്? SBIയെ സംബന്ധിച്ച് ഇനി മറ്റു വഴികളില്ലല്ലോ, ഇത് കൊടുക്കുക അല്ലെങ്കിൽ ഇത് പുറത്തുവിടുക എന്നതല്ലേ ഇനി അവർക്ക് മുന്നിൽ ബാക്കിയുള്ളൂ. തീർച്ചയായിട്ടുമാണ് വിജയൻ. SBIയെ സംബന്ധിച്ച് സാങ്കേതികമായിട്ടുള്ള ചില വാദങ്ങളാണ് SBI ഉന്നയിച്ചത്. SBI പറഞ്ഞത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടങ്ങളിൽ ഈ വിവരങ്ങൾ സംഭരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിവരങ്ങൾ ഇല്ല എന്നുള്ളതല്ല, ഈ വിവരങ്ങൾ സുപ്രീം കോടതി പറഞ്ഞ ഫോർമാറ്റിൽ ഉത്തരവിൻ്റെ താല്പര്യത്തിന് അനുസരിച്ച് അത് തയ്യാറാക്കി നൽകണമെങ്കിൽ, ഏകോപിപ്പിച്ച് നൽകണമെങ്കിൽ അതിന് ജൂൺ 31 വരെയുള്ള സാവകാശം വേണ്ടിവരും. ഈ വിവരങ്ങളെല്ലാം സംഭരിച്ചത്, ആ ഘട്ടത്തിൽ സംഭരിച്ചത് അഥവാ ഇലക്ട്രൽ ബോണ്ട് കൈമാറ്റം ചെയ്തത് രഹസ്യ വിവരങ്ങളായി ഇവ സംഭരിക്കും എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഉറപ്പാണ് പിന്നീട് സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇല്ലാതായി മാറുന്നത്. കോർ ബാങ്കിംഗ് സംവിധാനം ഉണ്ട് എന്ന് നിലവിൽ സമ്മതിക്കുന്ന ഘട്ടത്തിൽ പോലും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ അപേക്ഷകൾ ഏകോപിപ്പിച്ച് അതിലെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് റിവേഴ്സ് സിസ്റ്റത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു റിവേഴ്സ് സിസ്റ്റം SBIയെ സംബന്ധിച്ച് നിലവിലുള്ള കോർ ബാങ്കിംഗ് വ്യവസ്ഥയിൽ ഇല്ല. അത് പ്രാവർത്തികമാക്കുവാനും ഇത് ഏകോപിപ്പിക്കുവാനും വേണ്ടി വ്യത്യസ്ത സൈലോകളിൽ സംഭരിച്ചിരിക്കുന്ന വിവരങ്ങളാണ് എന്ന വസ്തുത പരിഗണിച്ചുകൊണ്ട് ജൂൺ 31 വരെ സാവകാശം നൽകിയേ മതിയാകൂ എന്ന നിലപാടാണ് സുപ്രീം കോടതിയിൽ SBI സ്വീകരിച്ചത്. അതിൽ SBI പറഞ്ഞ ന്യായങ്ങളിൽ ഒന്ന്, തങ്ങൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ് ഇതിനകം പാലിച്ചു കഴിഞ്ഞു. ഉത്തരവിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഭാഗം അഥവാ കാതലായിട്ടുള്ള നിർദ്ദേശം ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഉപേക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ഇതനുസരിച്ച് ഇലക്ട്രൽ ബോണ്ടുകൾ തങ്ങൾ ആർക്കും നൽകുന്ന രീതിയില്ല. ആ ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഉത്തരവ് തങ്ങൾ ഫലത്തിൽ പാലിച്ചു എന്ന് വേണം ഇപ്പോൾ തന്നെ കരുതാനായി. അതിൽ ഉപരിയായിട്ട് ഈ വിവരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ സുപ്രീം കോടതി നൽകിയിരിക്കുന്ന ആ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി താല്പര്യത്തിൻ്റെയും ഉത്തരവിൻ്റെ വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഏകോപിപ്പിച്ച് അത് കൃത്യമായിട്ട് നൽകാനായിട്ടുള്ള സാവകാശമാണ് തങ്ങൾ ചോദിക്കുന്നത്. തിടുക്കത്തിൽ ഈ വിവരങ്ങൾ ഏതെങ്കിലും സംവിധാനത്തിലൂടെ നൽകേണ്ടി വന്നാൽ, അതാ പ്രസിദ്ധീകരിക്കേണ്ടി വന്നാൽ പേരുകൾ തിരിഞ്ഞു പോകാനോ എമൗണ്ടുകൾ മാറിപ്പോകാനോ ഒക്കെയുള്ള സാഹചര്യങ്ങൾ വളരെ വലുതാണ് എന്നതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഹരീഷ് സാൽവയെ പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു മുതിർന്ന അഭിഭാഷകൻ SBIക്ക് വേണ്ടി ഹാജരാകുന്നു. ഭരണഘടനാ ബെഞ്ചിന് ആ ഹർജിയോട് തന്നെ വിയോജിപ്പുണ്ട്, അതൃപ്തിയുണ്ട്. അത് ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകളിൽ, നിരീക്ഷണങ്ങളിൽ പ്രകടവുമാണ്. ഈ ഉത്തരവിന് ശേഷം എന്താണ് SBIയുടെ നീക്കം എന്നതിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ? നിയമപരമായി ഇനി മറ്റു വഴികളില്ല എന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പല്ലേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മുന്നിൽ? ബോണ്ടുകൾ വാങ്ങാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ വിവരങ്ങൾ ലഭ്യമല്ല അഥവാ ഇത് ഏകോപിപ്പിക്കാനായിട്ട് സമയം ഇനിയും മാസങ്ങളോളം വേണ്ടിവരും എന്ന് പറയുന്നത് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന നിരീക്ഷണത്തിലേക്ക് സുപ്രീം കോടതി എത്തി. തങ്ങൾ ഉത്തരവ് പുറപ്പെടുവിച്ചതിന് ശേഷം 26 ദിവസത്തോളമായി. അതിനുശേഷം എന്തൊക്കെ നടപടികൾ ഈ വിഷയത്തിൽ SBI സ്വീകരിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതിന് പക്ഷേ SBIയെ സംബന്ധിച്ച് സാധിച്ചില്ല. SBI പറഞ്ഞത് ആ ഘട്ടത്തിൽ ഒരു ഒഴുക്കൻ മട്ടിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാം എന്ന ഒരു വാദമാണ് SBIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇത് പക്ഷേ സുപ്രീം കോടതി അംഗീകരിച്ചില്ല. മറിച്ച് സുപ്രീം കോടതി പറഞ്ഞത് വസ്തുതകളെല്ലാം വളരെ കൃത്യമായിട്ട് ലഭ്യമാണ്. ഏകോപിപ്പിക്കാനായി ഇനി സുപ്രീം കോടതി ഈ SBI മെനക്കെടേണ്ട സാഹചര്യമില്ല. വസ്തുതകൾ അതത് ഹെഡുകളിൽ തന്നെ പ്രസിദ്ധീകരിക്കട്ടെ. നാളെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അത് കൈമാറണം എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഇതനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ മാർച്ച് 15-ന്
ഈ വസ്തുതകൾ, ഈ വിവരങ്ങളെല്ലാം പ്രസിദ്ധീകരിക്കണം എന്നും സുപ്രീം കോടതി ഇന്ന് ഉത്തരവിൽ പറഞ്ഞു. ഒപ്പം SBI നൽകിയ അപേക്ഷ അത് സുപ്രീം കോടതി തള്ളി. മറ്റ് കക്ഷികൾ, അതായത് ഈ ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവിന് കാരണമായിട്ടുള്ള ഹർജി നൽകിയ വാദികൾ, അവർ നൽകിയ അപേക്ഷ അത് സുപ്രീം കോടതിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചുകൊണ്ടാണ്, കണ്ടംപ്റ്റാണ്, അത് കസ്റ്റഡിയിൽ സൂക്ഷിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി. എന്തായാലും ഇക്കാര്യത്തിൽ എന്താണ് ഇനി SBIയുടെ നീക്കം എന്നത് പ്രധാനപ്പെട്ടതാണ്. നാളെ തന്നെ ആ വിവരങ്ങൾ കൈമാറണം എന്നതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അതിൽ ഒരു തരത്തിലുള്ള ഇളവും സ്റ്റേറ്റ് ബാങ്കിന് നൽകുന്നില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹരീഷ് സാൽവയെ പോലെ ഒരു മുതിർന്ന വളരെ പ്രമുഖനായ അഭിഭാഷകനാണ് ഇന്ന് SBIക്ക് വേണ്ടി ഹാജരായത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ കോടതി കണക്കിലെടുത്തില്ല. സാങ്കേതികത്വം എന്നത് ഈ ഘട്ടത്തിൽ ഉന്നയിക്കേണ്ടതില്ല, അത് പാലിച്ചില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടിയിലേക്ക് കടക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി സ്റ്റേറ്റ് ബാങ്കിന് ഭരണഘടനാ ബെഞ്ച് ഇന്ന് നൽകുകയും ചെയ്തു. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.